ഹലോ എവറി വൺ. കൊളംബിയ ലാബ് പ്രൈവറ്റ് ലിമിറ്റഡ് EV ചാർജിംഗ് സ്റ്റേഷൻ ആൻഡ് സോളാർ പാനൽസിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അനധികൃതമായി നിരത്തിലോടുന്ന ഓട്ടോറിക്ഷകൾക്ക് തടയുന്നതിന് വേണ്ടിയിട്ട് കൊച്ചിയിൽ മോട്ടോർ വാഹന വകുപ്പ് പുതിയൊരു നയം കൊണ്ടുവന്നിട്ടുണ്ട്. 3000-ഓളം ഹരിത ഓട്ടോകൾ നിരത്തിലിറക്കുക. കുറച്ച് ദിവസം മുമ്പ് പത്രത്തിൽ വന്ന ഈ ഒരു വാർത്ത നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതിൽ 2000-ഓളം വരുന്നത് ഇലക്ട്രിക് വെഹിക്കിൾ ഓട്ടോകളാണ്. ഇതുകൊണ്ട് തന്നെ നമുക്ക് പറയാവുന്നൊരു കാര്യമാണ്, ഏറ്റവും കൂടുതൽ EVക്കും EV ചാർജിംഗ് സ്റ്റേഷന് വേണ്ടി പ്രൊമോട്ട് ചെയ്യുന്നത് ഗവൺമെൻറ് തന്നെയാണ്. നോയ്സ് പൊല്യൂഷൻ കുറയ്ക്കുക, എയർ പൊല്യൂഷൻ കുറയ്ക്കുക, അതുപോലെ തന്നെ ഫ്യൂൽ കോസ്റ്റ് സേവ് ചെയ്യുക, അങ്ങനെ ഒരുപാട് റീസൺസ് ഉണ്ടെങ്കിലും ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഭാവിയിലേക്കുള്ള ഒരു ഇനീഷ്യേറ്റീവ് തന്നെയാണ്. ഇന്ന് നമ്മൾ പറയുന്നതും ഇത് തന്നെയാണ്. ഈ ഒരു 2024 ഫിനാൻഷ്യൽ ഇയറിൽ എത്രത്തോളം EVക്കും EVCSനും ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്, എങ്ങനെയാണ് ഈ ഒരു വർഷത്തിൽ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടത്, ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഈ ഒരു എപ്പിസോഡ് ശ്രദ്ധിച്ചിരുന്ന് കാണാം. 2-3 വർഷത്തെ EVകളുടെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ 2023 75,802 ഇലക്ട്രിക് വെഹിക്കിളുകളാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 2022 അത് 39,623 ആയിരുന്നു. ഒന്നും കൂടി പുറകോട്ട് വന്ന് 2020 നോക്കുകയാണെങ്കിൽ 1,368 വണ്ടികളായിരുന്നു രജിസ്റ്റർ ചെയ്തിരുന്നത്. അവിടെ നിന്നാണ് 23 ആവുമ്പോഴേക്കും 3,00,000-ഓളം വണ്ടികളുടെ രജിസ്ട്രേഷൻ നടന്നിരിക്കുന്നത് എന്നതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഏറ്റവും കൂടുതൽ വണ്ടികളുടെ മോഡിഫിക്കേഷൻ നടക്കുന്നതും വണ്ടി പ്രാന്തന്മാരുള്ളതും കേരളത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിലും കേരളം തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. ഹിന്ദു ബിസിനസിന്റെ കണക്കനുസരിച്ച് 2024 സാമ്പത്തിക വർഷത്തെ കണക്കെടുക്കുകയാണെങ്കിൽ കേരളത്തിൽ മാത്രം ഇലക്ട്രിക് വെഹിക്കിളിന്റെ കടന്നുകയറ്റം 52% വർദ്ധിച്ചിരിക്കുന്നത്. 2024 ആദ്യത്തെ 3 മാസത്തെ കണക്കെടുക്കുകയാണെങ്കിൽ 20,000-ഓളം EVയാണ് രജിസ്റ്റർ ആയിരിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ EV യൂസേജിൽ ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്നതും കേരളമാണ്. എയർ പൊല്യൂഷൻ, നോയ്സ് പൊല്യൂഷൻ എന്നിവ റിഡ്യൂസ് ചെയ്യുന്നു എന്നത് മാത്രമല്ല EVയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ലോ കോസ്റ്റ് മെയിൻ്റനൻസ് ഉണ്ട്. ഒപ്പം തന്നെ ഫ്യൂൽ കോസ്റ്റ് നമുക്ക് സേവ് ചെയ്യാം. ചാർജിങ്ങിൽ തന്നെ സ്ലോ ചാർജിങ്, ഫാസ്റ്റ് ചാർജിങ്, അതുപോലെ തന്നെ വീടുകളിൽ തന്നെ പ്രൈവറ്റ് ഹോം EVCSകൾ ഇതെല്ലാം അവൈലബിൾ ആണ് എന്നത് EVയെക്കുറിച്ചും EVCSനെ കുറിച്ചൊക്കെ നോളജ് ഉള്ളവർക്ക് കൃത്യമായിട്ട് അറിയാം. കൂടാതെ നമ്മുടെ വീഡിയോയിൽ കാണുന്നവർക്ക് നമ്മൾ ഏതൊക്കെ പ്രോജക്റ്റുകൾ എവിടെയൊക്കെ EVCS, സോളാർ പാനൽ എല്ലാം വെച്ചിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായി മോണിറ്റർ ചെയ്യുന്നവർക്കും അറിയാം. കസ്റ്റമേഴ്സിൻ്റെ ബഡ്ജറ്റും ടേസ്റ്റും അനുസരിച്ച് കൊളംബിയ ലാബ് എങ്ങനെയാണ് പ്രോജക്റ്റുകൾ ചെയ്തു കൊടുക്കുന്നതെന്ന്. നിങ്ങൾക്കൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ പ്രൊഫഷനും നിങ്ങളുടെ ടേസ്റ്റും ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഫഷൻ കൂടിയാണ്, ഒരു മേഖല കൂടിയാണ് ഇലക്ട്രിക്കൽ വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. റെഗുലേറ്ററി കമ്മീഷന്റെ റിവൈസ്ഡ് താരിഫ് അനുസരിച്ച് ഇലക്ട്രിസിറ്റി ചാർജിങ്ങിലും ചേഞ്ചസ് വന്നിട്ടുണ്ട്. TOD അഥവാ ടൈം ഓഫ് ഡേ ചാർജിംഗ് അനുസരിച്ച് പകൽ സമയമായിട്ടുള്ള സോളാർ അവർ 9 to 4 ആ സമയത്ത് EV ചാർജിങ്ങിന് നിരക്ക് കുറയും. ഡേ ടൈമിലെ ചാർജിങ്ങിന് പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഡേ ടൈമിലെ ചാർജിങ് എല്ലാവരും ഇത്തരത്തിൽ ഡേ ടൈമിൽ വന്നിട്ട് സോളാർ അവർ ആയ 9 to 4 സമയത്ത് വന്ന് ചാർജിങ് നടത്തുകയാണെങ്കിൽ രാത്രി സമയങ്ങളിലെ ചാർജിങ്ങിലെ തിരക്ക് കുറയ്ക്കാനും ഇത് സഹായിക്കും എന്നാണ് ഗവൺമെന്റിന്റെ കണക്കുകൂട്ടൽ. ഓൾറെഡി EVCSലെ താരിഫിൽ ഡിമാൻഡ് ചാർജ് ഒഴിവാക്കിയത് ഇലക്ട്രിക്കൽ വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷൻസ് ഓണേഴ്സിന് വലിയ ഗുണകരമാണ്. ഇതുവരെ ഈടാക്കിയിരുന്ന 290 രൂപയാണ് പുതിയ HD താരിഫിൽ KCB വേണ്ടെന്ന് വെച്ചിരിക്കുന്നത്. ഒപ്പം എനർജി ചാർജായിട്ട് ഈടാക്കിയിരുന്ന 5 രൂപ 7 രൂപ 15 പൈസ ആക്കിയിട്ടുമുണ്ട്. EV ഓണേഴ്സ് ആയിട്ടുള്ള ആളുകളിൽ ചിലരെങ്കിലും വീട്ടിൽ തന്നെ ചാർജ് ചെയ്യുന്നവരുണ്ടായിരിക്കും. EVയുടെ ഒപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ചാർജിങ് പോയിന്റ് വെച്ച് വീട്ടിൽ തന്നെ ചാർജ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ യൂസ് ചെയ്യുന്നവരായിരിക്കും. ആ സമയങ്ങളിൽ ഇലക്ട്രിസിറ്റി ബില്ല് എത്രയധികം ഉണ്ടാവും? ഇലക്ട്രിസിറ്റി വീടുകളിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ചേഞ്ച് അനുസരിച്ച് LT1A വിഭാഗത്തിൽ പെടുന്ന 31 മാർച്ച് 2027 വരെ 170 രൂപയാണ് ഫിക്സ്ഡ് ചാർജ് ആക്കി മാറ്റിയിരിക്കുന്നത്. അതിൽ BPL കുടുംബങ്ങൾക്ക് ഫിക്സ്ഡ് ചാർജ് ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് 0 ആയിട്ടാണ് വരുന്നത്. 1 കിലോ വാട്ടിൽ താഴെ, ദാറ്റ് മീൻസ് 1000 വാട്ട്സിൽ താഴെയാണ് കണക്ടറിലൂടെ നിങ്ങൾക്കുള്ളതെങ്കിൽ, നിങ്ങൾ 40 യൂണിറ്റിൽ താഴെയാണ് കൺസംഷൻ ഉള്ളതെങ്കിൽ ഫിക്സ്ഡ് ചാർജ് 0 ആണ്. എനർജി ചാർജ് യൂണിറ്റിന് 1.5 രൂപയായിട്ടാണ് BPL കുടുംബങ്ങൾക്ക് സർക്കാർ ഇനി മുതൽ ഈടാക്കാൻ പോകുന്നത്. BPL കുടുംബങ്ങളിൽ തന്നെ ക്യാൻസർ പേഷ്യൻസ് ഉള്ള വീടാണ് അല്ലെങ്കിൽ 40%-ലധികം ഭിന്നശേഷിയുള്ള ആളുകൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ
ഇത്തരത്തിലുള്ളവർക്കും 2 കിലോ വാട്ട് താഴെ കണക്റ്റഡ് ലോഡുള്ള 40 യൂണിറ്റ് വരെ കൺസംഷൻ ഉള്ള വീടുകൾക്കും 1.5 രൂപ തന്നെയാണ് എനർജി ചാർജായിട്ട് ഈടാക്കുന്നത്. അവർക്കും ഫിക്സഡ് ചാർജ് 0 തന്നെയാണ്. APL കുടുംബങ്ങൾക്ക് ഇതൊന്നും ബാധകമല്ല. അത് മാത്രമല്ല, ഫാം സ്റ്റേ ടൂറിസം ഉള്ളവർക്ക്, അഗ്രികൾച്ചർ ഉള്ളവർക്ക് എന്നിങ്ങനെയുള്ള രീതിയിലെല്ലാം ഈ രീതിയിൽ ചാർജുകൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഓരോ രീതിയിലും സബ്സിഡിയും കാര്യങ്ങളും കൺസെഷനും എല്ലാം കൊടുക്കുന്നുണ്ട്. ഭാവിയിലേക്ക് കരുതി വെക്കണമെന്ന് പറയുന്നത് വെറുതെ പറയുന്നതല്ല. അത് സാധാരണ എല്ലാ കുടുംബങ്ങളിലും പറയുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഒരു മിഡിൽ ക്ലാസ് കുടുംബത്തിൽ എന്ന് പറയുന്നത്. നാളത്തേക്ക് പെട്ടെന്ന് നമ്മുടെ കയ്യിൽ എല്ലാ ചിലവും കഴിഞ്ഞ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ നമുക്ക് ഓരോ ദിവസവും നമ്മൾ കുറച്ച് സേവ് ചെയ്ത് വെക്കുന്നവർക്ക് മാസാവസാനം എന്തെങ്കിലും മിച്ചം പിടിക്കാനുണ്ടായിരിക്കും. ഇത് തന്നെയാണ് ഞാനും പറയുന്നത്. ഇലക്ട്രോണിക് ഡിവൈസസ് ഇനിയുള്ള കാലങ്ങളിൽ ആഡംബരമല്ല, അത്യാഡംബരമല്ല, അത്യാവശ്യമാണ്. ഒരു വീട്ടിൽ ഫ്രിഡ്ജ് ഇല്ലാതെ, TV ഇല്ലാതെ, AC ഇല്ലാതെ നമുക്ക് ഇനി മുതൽ, അല്ലെങ്കിൽ ഒരു വണ്ടിയിലും ഇല്ലാതെ നമുക്ക് ഇനി മുതൽ ജീവിക്കാൻ പറ്റില്ല. ആ വണ്ടി എന്തുകൊണ്ട് നിങ്ങൾ ഇലക്ട്രിക്കൽ വെഹിക്കിൾ എടുത്തുകൂടാ? അങ്ങനെ ഇലക്ട്രിക്കൽ വെഹിക്കിൾ എടുക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾ ചാർജ് ചെയ്യുകയാണ്. നിങ്ങൾ ഇത്രയധികം ഇലക്ട്രോണിക് ഡിവൈസസ് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു മോഡുലാർ കിച്ചൺ കാര്യങ്ങൾ ഇത്രയധികം നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ട് നിങ്ങളൊരു സോളാറിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല? സോളാറും ഇനിയുള്ള കാലങ്ങളിൽ ഒരു അത്യാഡംബരമല്ല, അത്യാവശ്യമാണ്. അത് നിങ്ങൾ ചിന്തിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബഡ്ജറ്റ് നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും. ഗവൺമെൻറ് സബ്സിഡി ഉണ്ട്, ബാങ്കുകളിൽ നിന്ന് എത്രയും പെട്ടെന്ന് ലോൺ കിട്ടുന്നുണ്ട്. അതുമല്ല, നിങ്ങൾ ഗൾഫിൽ നിന്ന് തിരിച്ചു വന്ന് ഒരു ബിസിനസ് പ്ലാനിനെ കുറിച്ച് ആലോചിക്കുകയാണ്. നിങ്ങൾക്ക് ഫ്രണ്ട്സ് എല്ലാം ചേർന്ന് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ താല്പര്യമുണ്ട്. എന്തുകൊണ്ട് ഒരു ഇലക്ട്രിക്കൽ വെഹിക്കിൾ ചാർജിങ് സ്റ്റേഷൻ ആയിക്കൂടാ? ഇതും ഭാവിയിലേക്കൊരു വാഗ്ദാനമാണ്. നിങ്ങളുടെ സംശയങ്ങൾക്കും ടെക്നിക്കൽ സപ്പോർട്ടിനും കൊളംബിയ ലാബ് പ്രൈവറ്റ് ലിമിറ്റഡ് എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്.